എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ടർക്കിഷ് ഡോണർ കബാബാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫും മട്ടനും ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഡോണർ കബാബ് തയ്യാറാക്കി എടുക്കാം. സൂപ്പറാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണർ കബാബ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണർ കബാബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ തൈ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ബ്രസ്റ്റ് പീസ് എടുത്താലും നല്ല ടേസ്റ്റാണ്, പക്ഷേ അത്രയും ജ്യൂസി ആയിരിക്കില്ല. അപ്പോൾ ഞാനിതൊരു ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒറ്റൊരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ മിൻസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു സവാള നല്ല പൊടിയായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ നല്ലതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കളയണം. ഒട്ടും വെള്ളമില്ലാതെ വേണം ഈ സവാള നമ്മുടെ ചിക്കനിലോട്ട് ചേർക്കാനായിട്ട്. ഇത് കണ്ടില്ല, ഇത്രയും ഹാർഡായിട്ട് പിഴിഞ്ഞിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ വെള്ളം കൂടിപ്പോയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സവാള നല്ലതുപോലെ പിഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തിട്ട് ഈ വെള്ളം നമുക്കങ്ങ് കളയാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്തിട്ടുണ്ട്. നമുക്കിതിന് ഇഞ്ചി ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, വെള്ളമില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പപ്രിക പൗഡർ ചേർക്കുന്നുണ്ട്. പപ്രിക പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതില്ലെങ്കിൽ മുളക് പൊടി മാത്രമായിട്ട് ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്തതാണ്, എന്നാൽ പോലും 1 ടീസ്പൂൺ പൗഡറും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാലയൊക്കെ ചിക്കനിൽ എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ ഉരുള നമ്മുടെ ചിക്കൻ മിക്സ് എടുത്തിട്ട് വെക്കുക. കാരണം ഇതിൽ വളരെ നേരിയതായിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പറിൽ പരത്തിയെടുക്കുന്നത്. അതിന് മാത്രമുള്ളൊരു ചെറിയ ഉരുള ചിക്കൻ മിക്സ് എടുക്കുക. എന്നിട്ട് മറ്റൊരു ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ആദ്യം കൈ കൊണ്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കട്ടെ. ഇത് വളരെ ഈസിയാണ്. മറ്റൊരു ബട്ടർ പേപ്പർ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ പറ്റുന്നത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കുക. നല്ല പേപ്പർ പോലെ ഇരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ പരത്തി കഴിയുമ്പോൾ, അത്രയും നേരിയതാക്കി എടുക്കുക. അതിനുശേഷം മുകളിലുള്ള ഈ ബട്ടർ പേപ്പർ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ മാറ്റുന്ന സമയത്ത് ചിക്കൻ ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പേപ്പർ പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക. നമ്മൾ താഴെ വെച്ച ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതടക്കം വേണം ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോൾ ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നേരിയതായിട്ട് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ബാക്കിയുള്ളത് പരത്തുന്നതിന് മുന്നേ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 200 ഡിഗ്രിയിൽ താഴെയും മുകളിലും ഹീറ്റാവുന്ന ഓപ്ഷൻ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ഡോണർ കബാബും കൂടി റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഓവൻ ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഞാനിങ്ങനെ മുഴുവനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. അവസാനം ഒരു ചെറുതും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയായപ്പോൾ ഞാനൊരു ചെറിയ റോളും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സവാള തൊലി കളഞ്ഞിട്ട് ഒരു 4 പീസാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളകും കൂടി. ഇതൊക്കെ നമുക്ക് കബാബിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതിനായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ ഈ ഒരു കബാബ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനും ടെമ്പറേച്ചറൊന്നും മാറ്റണ്ട. 200 ഡിഗ്രിയിൽ തന്നെ താഴെയും മുകളിലും ഹീറ്റാവുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് 25 മിനിറ്റ് ടൈമും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 25 മിനിറ്റാണ് നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ കബാബ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ ഓവനിൽ ഇത് വീണ്ടും വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഓവൻ വീണ്ടും ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി അവിടെ ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കബാബ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്നും ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതിന് മുന്നേ ഇതിലിങ്ങനെ കുറേ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് കളയാം. ആ വെള്ളം ആവശ്യമില്ല, അതൊന്ന് കളഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ ട്രേയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കബാബ് ഈ ബട്ടർ പേപ്പറിൽ നിന്നും ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കാണുന്നില്ല, അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡോണർ കബാബ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനെ ഒന്ന് ബ്രോയിൽ ചെയ്തെടുക്കണം. അതായത് നല്ലപോലെ ഒന്നുകൂടി കാരമലൈസ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പൊതുവേ ഡോണർ കബാബ് ഉണ്ടാക്കിയതിന് ശേഷം സാൻഡ്വിച്ചിലൊക്കെ ഇടുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ബ്രോയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മുഴുവൻ കബാബും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും ഓവനിലേക്ക് ബ്രോയിൽ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രോയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് മുകളിൽ മാത്രം ഹീറ്റ് കിട്ടുന്ന ആ ഒരു മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഏറ്റവും മുകളിലെ തട്ടിൽ നമ്മുടെ ട്രേ വെച്ച് കൊടുക്കുക. മുകളിൽ മാത്രം ഹീറ്റാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 250 ഡിഗ്രിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈ ടെമ്പറേച്ചറിൽ മുകളിൽ ഹീറ്റാവുന്ന ഓപ്ഷനിൽ ഒരു 10 മിനിറ്റ് ബ്രോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡോണർ കബാബ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ കണ്ടില്ലേ, കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറായി ഒരു കാരമലൈസ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കബാബ് കഴിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഷവർമ പോലൊക്കെ അല്ലെങ്കിൽ റാപ്പ് ഉണ്ടാക്കുന്ന സമയത്താണ്. സാൻഡ്വിച്ച്, റാപ്പ്, ഷവർമ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അടിപൊളിയാണ്. മയണൈസും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഈ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കി നോക്കുക ഒരു കബാബ് വെച്ചിട്ട്. പിന്നെ നിങ്ങൾ ഇത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമുക്കിത് കുബൂസിൻ്റെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും ഇതുപോലെ ഷവർമ അല്ലെങ്കിൽ സാൻഡ്വിച്ച്, റാപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ഒരു ഡോണർ കബാബ് ഒന്നുകൂടി അടിപൊളിയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു മയണൈസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ കൂടെ ചേരുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്